ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഓമക്കായ വെച്ചിട്ട് ലഡുവാണ് ഉണ്ടാക്കുന്നത്. അതിന് പപ്പായ അങ്ങനെയൊക്കെ പറയും, ഞങ്ങളിവിടെ ഓമക്കായ എന്നാണ് പറയുക. അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലഡു ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, വളരെ സ്വാദിഷ്ടമായിട്ടുള്ളത് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലഡു ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഓമക്കായ കൊണ്ടാണല്ലോ നമ്മൾ ലഡു ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഓമക്കായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷൈനി വരുമ്പോൾ കൊടുന്ന ഓമക്കായ കേട്ടാണ്. അവളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഓമക്കായ. ഇവിടെ ഓമക്കായ ഇല്ല, ഇവിടെ തീരെ ഓമ പിടിക്കണില്ല. പിന്നെ അതേപോലെ ചക്കയ്ക്ക് വലിയ ഇതാണ്. ചക്കൻ്റെ കഴിഞ്ഞ പ്രാവശ്യം 3 ചക്ക ഉണ്ടായിട്ട് ഒരു ചക്കട പ്ലാവിൻ്റെ മേലെ. മാങ്ങ അതിന് വേണ്ടി ഇഷ്ടം പോലെ മാവും ഉണ്ട്, മാങ്ങി നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഓമക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3 ഗ്ലാസ് അവിലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യ് ആവശ്യത്തിന് വേണം. അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ മുന്തിരി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ അച്ച് ശർക്കരയാണ്. അപ്പം ഞാനൊരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ മധുരമൊക്കെ നമ്മളുടെ എല്ലാവരുടെയും കണക്കിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതെന്തിനാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശർക്കര പാവ് കാച്ചെടുക്കാം. ശർക്കര കൊണ്ട് പാവ് കാച്ച പാവായി വരട്ടെ. നമ്മളുടെ ശർക്കര ഇവിടെ പാവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിക്കാം. ശർക്കരയിലൊക്കെ എത്രയും കരടുണ്ടാവും. പിന്നെ ഞാൻ നല്ല കട്ടിയിലാണ് ആക്കി എടുത്തിരിക്കുന്നത്. എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ കൂടി ആയാലേ അതിൽ നമുക്ക് കുറേ നേരം അങ്ങനെ ആവേണ്ടി വരില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളത്തിലാക്കി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിൽ വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. നമ്മളുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അവിൽ ഇട്ട് കൊടുക്കാം. അവിൽ നന്നായി ഒന്നുകൊണ്ട് വറുത്തെടുക്കാം. നമുക്ക് നമ്മളുടെ അവിൽ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഈ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇത് മാറ്റിയതിന് ശേഷം നമുക്കുണ്ടല്ലോ ഈ പാത്രം നമുക്ക് വെച്ചു കൊടുക്കാം. എന്തിനാന്നുണ്ടെങ്കിൽ നമുക്കിനി ഓമക്കായ ഒന്നും ഇങ്ങോട്ട് നെയ്യിൽ നന്നായി വഴറ്റിയിട്ട് ഇങ്ങോട്ട് എടുക്കാം. അതിന് വേണ്ടി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത്രയും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓമക്കായ ഇതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളുടെ ഓമക്കായ ഇവിടെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു സ്മെല്ലും നെയ്യും ഓമക്കായും കൂടിയിട്ട് ഇങ്ങോട്ട് ആയപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഈ ശർക്കരപ്പാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാവ് കണ്ടില്ലേ, ഞാൻ നല്ല കട്ടയാക്കിയിട്ടാക്കിയത് കാരണേ ഒഴിക്കാല്ലേ. ഷൈനിയ വന്നിട്ടുണ്ട്. അതാ ഞാൻ കട്ടയാക്കിയിട്ടാക്കിയതേ. നമുക്കിത് നന്നായിട്ട് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കളറ് ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് കുറുകി വന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ എന്ത് നല്ല കളറും ഒക്കെ ആയിട്ടിരിക്കണത്. ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകി വന്നോട്ടെ. ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകി വന്നാൽ നമുക്ക് അതിലേക്ക് ആ പൊടിയൊക്കെ ആണ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് കുറേശ്ശെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അവിൽ പൊടിച്ചെടുത്തു. ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നോക്കിയിട്ടിടാം.
കുറച്ചുകൂടി ഇടും. ഇനി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് നമ്മൾ ഇട്ടിട്ടില്ല, അപ്പം അതും ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ നിങ്ങളുടെ ആറി വന്നാലേ നിങ്ങളുടെ ഉരുട്ടുമ്പോൾ അങ്ങോട്ട് പാകമായിട്ട് വന്നോളൂ. കണ്ടില്ലേ, ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ടുണ്ട് ഉരുട്ടിയെടുക്കാം. ഉരുള നമുക്ക് എത്ര വലിപ്പം വേണമെങ്കിൽ അതിനനുസരിച്ച് കിട്ടാട്ടോ. ഓമക്കായൊക്കെ ഇങ്ങനെ കൂടുതലായിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി, വളരെ നല്ലതല്ലേ. അങ്ങനെ നമ്മുടെ പപ്പായ ലഡു ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. പിന്നെ പപ്പായ കഴിക്കാത്ത ആൾക്കാരാകുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുത്താൽ എല്ലാവരും കഴിക്കും. ചിലർക്ക് പപ്പായ കഴിക്കാൻ ഇഷ്ടാവില്ലല്ലോ, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണല്ലോ നമുക്ക് ഈ പപ്പായ കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടാവും. പിന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പം നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം.